അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കണം ഇല്ലേ നെൽവിനെ? അവരോടെ അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങൾ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്ത വീട്. ആനവാതിൽക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഡോറ് തുറക്കുക. എന്ത് നമ്മള് താഴ്ത്തി സൂര്യ വീടെങ്ങനെയുണ്ട്? സൂര്യന്റെ മൂടോഫായിട്ട് പോണേ. ലൈറ്റ്സ് ഓൺ. പേടിച്ചല്ലോ. എന്ത് ബാത്റൂമാണത്? തൊട്ടത് ഐസ് ഹോക്കി ഉണ്ടല്ലോ. ഇത് ഫാൻ. സീൻ മറ്റേ സാധനം ഇല്ല ഇപ്പോ. അപ്പോൾ ഇതാണ് ബേസ്മെന്റ്. ബേസ്മെന്റിൽ മെയിനായിട്ട് ഒരു റൂമും ഒരു ബാത്റൂമും അതോടൊപ്പം ഒരു കിച്ചണ് പ്ലസ് ഒരു ഡൈനിങ്ങും പിന്നെ ഒരു 2 സ്റ്റോറേജും ഉണ്ട്. അടുക്കള. ഇനിയിപ്പോൾ ഇതിലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മെയിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ചെറിയൊരു വാഷ്റൂം ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂം. എന്തായാലും ഫുള്ള് വീടൊന്നും ആദ്യമേ കാണട്ടെ. പിന്നെ മുകളിലാണെങ്കിൽ ഒരു കിച്ചണ് ഒരു ഡൈനിങ് അതോടൊപ്പം തന്നെ ലിവിങ്, ഈ 3 കണക്റ്റഡ് ആണ്. പ്ലസ് ഒരു 3 ബെഡ്റൂം ഒരു ബാത്റൂം. ഇങ്ങനെയാണ് മെയിനായിട്ട് ടോപ്പ് ഫ്ലോറിൽ വരുന്നത്. വ്യൂ ഇതാണ് ഗഷ് വീട്. ഞങ്ങൾ സ്റ്റോറേജ്. ഇതും സ്റ്റോറേജ്. ഇവിടെ റൂം. കൊള്ളാം. ഈ ഒരു വ്യൂ അടിപൊളിയാണ്. ഇതുണ്ട് ഇന്നലെ. ഹായ് ഗൈസ്. ഇവിടെ നിന്ന് നേരെ നല്ലൊരു വ്യൂ. വാ സീൻ. പിന്നെ വാഷ്റൂം. ഇവിടെ അടുത്തത് ബെഡ്റൂം, 2 സെപ്പറേറ്റ്. സ്റ്റോറേജ്. ഇവിടെ ഒരു അടുത്ത ബെഡ്റൂം. ഫ്രണ്ടിലേക്കുള്ള വ്യൂ. അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ വീടും കാര്യങ്ങളും. അപ്പം ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് സാധനങ്ങളും ഡ്രസ്സും എല്ലാം അവരവരുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ ആക്ടിവിറ്റീസിലേക്ക് കിടന്നു. ഇവിടെ മെയിനായിട്ട് ആക്ടിവിറ്റീസ് വരുന്നത് ലേക്ക് സൈഡ് ആയതുകൊണ്ട് കയാക്കുണ്ട്, പാഡൽ ബോട്ടുണ്ട്. സെറ്റ്. അപ്പം കയാക്കിങ്ങിലാണ്. കയാക്കിങ് ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങളെ തിരിച്ച് കാണിച്ചു തരാം. വൈശാഖ ഇതില്ല, ജാക്കറ്റില്ല. എനിക്ക് വയ്യ. അങ്ങനെ ഞങ്ങളങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഗൈസ് കയാക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ബാക്ക് യാർഡ് ഫുട്ബോളിലേക്ക് കയറി. 2 ടീമായിട്ടാണ് കളിച്ചത്. ഫസ്റ്റ് ടീമിൽ വൈശാഖ്, നെൽബിന്, ആൽഫ്രഡ് എന്നിവരാണ് ഫസ്റ്റ് ടീമിൽ. സെക്കൻഡ് ടീമിൽ സൂര്യയുണ്ട്, ലഷ്ലിനുണ്ട്, ആദർശുണ്ട്. അപ്പം കളി ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അവസാനം കളി കഴിഞ്ഞത് എല്ലാവർക്കും മടുത്തു കഴിഞ്ഞപ്പോഴാണ്. കളിയുടെ സ്കോർ ഇങ്ങനെയാണ്: വൈശാഖിന്റെ ടീം 10, ലസ്ലിന്റെ ടീം 6.
അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി ഫ്രഷായി. പിന്നെ നേരെ ഞങ്ങളുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഇന്നത്തെ ആദർശ് ഉണ്ടായിരുന്നു, വൈശാഖ് ഉണ്ട്, ലസ്ലിൻ ഉണ്ട്. ഇവരെ 3 പേരാണ് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചിക്കൻ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അർജുൻ ഉണ്ടായിരുന്നു. അർജുനായിരുന്നു മെയിനായിട്ട് ഞങ്ങളുടെ ഷെഫ് വന്നത്. എടാ അത് വലിക്കണം അങ്ങനെ സൗണ്ട് അധികം പോകുന്നു. അതാ ഞാൻ കുറച്ച് വെച്ചില്ല. ഞാൻ നിന്നെ ഞാൻ സൗണ്ട് കൂടി പറഞ്ഞാൽ എന്നെ പിടിച്ച് പുറത്താക്കും. അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പിന്നെ പാട്ടിന് സൗണ്ട് പോരുന്നുണ്ട് നിന്നെ ചിലപ്പോൾ. എന്നാ ഇതെടുത്ത് നൽകിട്ടിരിക്കുന്നത് സ്പീക്കർ എടുത്ത് പറയുന്നുണ്ട് നൽകിട്ടിരിക്കും. അപ്പൊ അവര് സൈലന്റ് ആവും. എടാ അതിന്റെ മുകളിലേക്ക് ഇടല്ലടാ. കത്തിട്ടെ പിടിക്കട്ടെ, കത്തി പിടിക്കട്ടെ. ഈ സൈഡിൽ ഓർമ്മ സെറ്റ് അവിടെ അങ്ങനെ ആൽഫ്രഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോണ്. നമ്മുടെ ചിക്കൻ റെഡി ആവായിട്ട് ചേടാ ബാക്കിൽ വെച്ചിട്ട് നീക്കി മുമ്പോട്ടാക്കണം. എന്ത് സാധനം കത്തുന്നു, സാധനം കത്തുന്നു കാര്യമായിട്ട് പറഞ്ഞേ. ഒന്നുമില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്താ. എന്തിട്ട് പറ്റിയേ? ചെറുതായിട്ടൊന്ന് ഇതായി കരിഞ്ഞതാ. നിനക്കെന്താ വേണ്ടേ? മറിച്ചിട്ടാറാ വേവാൻ വേണ്ടിയിട്ട്. നീ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അങ്ങനെ താഴെ ബാക്ക് യാർഡിൽ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്രിൽ ഫയർ ചെയ്യുമ്പം മുകളിൽ അതിന് വേണ്ടിയിട്ട് പൊറോട്ട ചുടാനായിട്ട് ആൽഫ്രഡും സൂര്യ ഉണ്ടായിരുന്നു. 1 2 3. ഓ അതെനിക്ക് കിട്ടിയില്ല. ഒന്നിടെ സീൻ ഒന്നിടെ അങ്ങനെ അടുത്തതായി നിങ്ങൾ ആദുമോന്റെ ഫയർ ഡാൻസ് കാണാൻ പോവാണ് ക്യാമ്പ് ഫയറിന്റെ ചുറ്റും. നെയ്യെല്ലാം കൂടി കത്തി പിടിച്ചതാ. അങ്ങനെ രാത്രിയിലെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായി കിടന്നുറങ്ങി. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലത്തെ പരിപാടികളാണ്. രാവിലെ തന്നെ കുറച്ച് പേര് പോയി രാവിലെ ടിമ്മും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എഗ്ഗ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലെ കാര്യങ്ങൾക്കെല്ലാം മുമ്പിൽ നിന്ന് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നത് നമ്മുടെ സൂര്യയാണ് നമുക്ക് എഗ് ഫ്രൈസും പിന്നെ ബ്രെഡ് ടോസ്റ്റും ഒക്കെ ഉണ്ടാക്കി തരുന്നത്. സൂര്യ പൊരിച്ച മുട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്. ഇതെന്താന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല ഗൈസ്. ഇവർ 3 പേരോട് എന്തോ വലിയ ഡിസ്കഷനിലാണ്. രാവിലത്തെ എന്താണെന്നറിയില്ല, ചിലപ്പോൾ പോകുന്നതിൻ്റെ കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 വണ്ടിയിലാണ് തിരിച്ചു പോകുന്നത്. റൂം വീട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ അവർ തന്നോ അതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്.